വാർത്തകൾ കൂടി പരിശോധിച്ചാൽ മൂവാറ്റുപുഴ ആവോലിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പരീക്കപ്പീടിക സ്വദേശി ക്രിസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാഴക്കുളം സ്വദേശി അശ്വിന്റെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, അത് വലിയൊരു തെരച്ചിലാണ് നടത്തിയിരുന്നത്, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മൃതദേഹം കണ്ടെത്തുകയാണ്. രുചീഷ്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സുഹൃത്തുക്കളായ ക്രിസും അതോടൊപ്പം തന്നെ അശ്വിനും ആവോലിയിലെ കുളിക്കടവിൽ ഇവർ പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ആ സമയത്ത് ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഇരുവരെയും ആ സമയത്ത് തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ സ്കൂബ സംഘവും കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം പുലർച്ചെ 1 മണിവരെ ഇരുവർക്കും വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവരെ കാണാതായ ആവോലി വള്ളക്കട കടവിന് തൊട്ട് സമീപത്തുള്ള അടുത്ത കടവിൽ നിന്നും അശ്വിന്റെ മൃതദേഹം രാവിലെ ഒരു 7 മണിയോടെ ലഭിക്കുന്നത്. തുടർന്ന് ക്രിസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പരിശോധന, ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അതായത് ഇവരെ കാണാതായ തൊട്ടടുത്ത മറ്റൊരു കടവിൽ നിന്ന്, അതായത് പുഴക്കരക്കാവ് കടവിൽ നിന്ന് ക്രിസിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും ഇരുവരും +2 വിദ്യാർത്ഥികളാണ്, സുഹൃത്തുക്കളാണ്. ഇവർ ഒരുമിച്ച് കുളിക്കാനിറങ്ങിയ സമയത്ത്, വള്ളക്കട കടവിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് ഇവർ ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് കാണാതാവുകയുമായിരുന്നു. രുചീഷ്. ശരി.